ഇപ്പോൾ നമുക്കിപ്പം അഖിൽ എന്നൊരു യാത്രക്കാരനുണ്ട്. അഖിൽ, വെരി ഗുഡ് മോർണിംഗ് അഖിൽ. ഇതൊരു ഗുഡ് മോർണിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അഖിലിനെ സംബന്ധിച്ച്. എവിടെയാണ്, നെടുമ്പാശ്ശേരിയിലാണോ ഉള്ളത്? യാത്ര ബുദ്ധിമുട്ടിലായോ? തന്നെ ഇന്നലെ തീർച്ചയായും ബുദ്ധിമുട്ടിലാകാതിരിക്കും. ഇവിടെ ആയിരങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടോട് കൂടി ഇരിക്കുന്നു. അഖിലിപ്പോ എവിടെയാ ഉള്ളത്? പ്രോമിസ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു നെടുമ്പാശ്ശേരിയിൽ തന്നെ. എങ്ങോട്ട് പോകാനാണ് അഖിൽ ഇന്നലെ 7 വന്നത്? മണിക്ക്, അതായത് ബാംഗ്ലൂർക്കായിരുന്നു പോകേണ്ടത്. ബാംഗ്ലൂർക്ക് എത്തിയതിനു ശേഷം അവിടുന്ന് ഗുവാഹട്ടിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇതൊക്കെ ഇവരുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി വലിയ ചാർജ് കൊടുത്തിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ഇപ്പൊ അതും ക്യാൻസൽ ആയി. അതായത് രണ്ടാമത്തെ ഇൻഡിഗോയും ക്യാൻസൽ ആയോ? അതായത് ആദ്യത്തെ ഒരു ഇൻഡിഗോ ക്യാൻസൽ ആയി. അതായത് ഇവരുടെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും ഗുവാഹട്ടിക്കുള്ള ഇൻഡിഗോ ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത് എടുത്തു. അത് വലിയ റേറ്റിനാണ് എടുത്തത്. കാരണം ഇവരുടെ 9,000 ആയുള്ളൂ. അടുത്ത് നമ്മൾ 16,000 എടുത്തു. ഇത് അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് അതും പോയി. ആ ടൈം കഴിഞ്ഞു. ഇപ്പൊ മൊത്തത്തിൽ ഏകദേശം ഒരു 40,000 രൂപയോളം നഷ്ടം വന്നു. ദൈവമേ. അപ്പൊ ഇനി എങ്ങനെ ഇപ്പൊ എന്താ പറയുന്നത്? ഇൻഡിഗോയുമായിട്ട് സംസാരിക്കുമ്പോ എന്താ അവർ പറയുന്നത്? ഒന്നും പറയുന്നില്ല. അവരുടെ ഫ്ലൈറ്റ് ഇല്ല. അവർ ആ ഫേക്ക് പ്രോമിസ് ഇന്നലെ തൊട്ട് 7 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് ഓരോ മണിക്കൂർ ഡിലേ എന്ന് പറയുന്ന സമയം കൊണ്ട് ഇവർ ഈ ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ അടുത്ത ഓൾട്ടർനേറ്റീവ് നോക്കിയാണ്. ഞങ്ങൾ ബസ് പിടിച്ചിട്ട് അവിടെ എത്തിയേനെ. ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ അവിടെ ഇരിക്കുകയാണോ നിങ്ങൾ? 7 മണി തൊട്ടാണ് ഈ നിമിഷം വരെ. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റിൽ തന്നെ ഒരു ഫ്ലൈറ്റിന്റെ നമ്പർ എത്ര ഉണ്ടാവും അറിയാമല്ലോ. അങ്ങനെ പല പല ഫ്ലൈറ്റുകൾ. ഇപ്പൊ അവസാനം അവരെന്താ പറയുന്നത്? ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റ് ഉടനെ ഉണ്ടെന്നാണോ പറയുന്നത്? ഇല്ല അവരെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ഫേക്ക് പ്രോമിസ് ഇപ്പൊ തരാൻ പറ്റില്ല. അപ്പൊ ഇത് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്ക് അത് ഇന്നലെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നതിന് അതിന്റെ ആൻസർ ഇല്ല. ഇന്നലെ വന്നിട്ട് ഇതോടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ തീർത്ഥാടകരെ കുറെ അയ്യപ്പസ്വാമിമാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ നല്ലപോലെ അവിടെ ഫൈറ്റ് ചെയ്തു. അവരവിടെ ശരണം വിളിച്ചു. അവരവിടെ ആർപ്പ് വിളിച്ചിട്ട് അവർക്ക് ഫ്ലൈറ്റ് എടുത്തു കൊടുത്തു ഹൈദരാബാദിന്. ഓക്കെ, ആയിക്കോട്ടെ, അവരുടെ ആയി. എന്നാൽ പിന്നെ ആ ഫ്ലൈറ്റ് തിരിച്ചു വന്നിട്ടാണ് ബാക്കി അറേഞ്ച്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് തിരിച്ചു വരുന്നില്ല. അത് അവന് ഓരോ റീസൺസ് പറയുവാണ്. ഇവർ ആ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇവിടെ 14 മണിക്കൂറായിട്ട് നിൽക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കുന്നു. അവർ പ്രയോറിറ്റി ഇവർ തരുന്നില്ല. ഇപ്പോഴും ഇത് തന്നെ. ഈ ഒരു ഫ്ലൈറ്റുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചെക്കിനുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്? നമ്മൾ അവസാനം അടപ്പിച്ചു ഇത്. അവർ മറ്റ് സർവീസുകൾ എന്തെങ്കിലും തന്നോ നിങ്ങൾക്ക്? ഭക്ഷണമോ വിശ്രമിക്കാനുള്ള ഇടമോ എന്തെങ്കിലും? ഇത് ഭക്ഷണങ്ങളോ ഞങ്ങളത് വാങ്ങാനൊന്നും നിന്നില്ല. ഭക്ഷണങ്ങൾ കൊണ്ട് തരുന്നു, വെള്ളം കൊടുത്തു. ഇതല്ലല്ലോ നമ്മുടെ ആവശ്യം. നമുക്ക് സ്ഥലത്ത് എത്തണം. നമുക്ക് എത്ര രൂപ നഷ്ടം വന്നു? ശരിയാണ്. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനിയിപ്പോ ഫ്ലൈറ്റ് 10:30 ഇവരുടെ തന്നെ ഒരു ഗുവാഹട്ടി ഫ്ലൈറ്റ് ഉണ്ട്. അവർ അതിന് റേറ്റ് ഇട്ടേക്കുന്നത് 35,000 രൂപ. ഞങ്ങൾക്ക് അതിലേക്ക് ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അതും ഇപ്പൊ പൊങ്ങൂലെന്നാ പറയുന്നത്. ആ ഫ്ലൈറ്റ് ഇപ്പൊ ഇല്ല, എടുക്കില്ല എന്നാ പറയുന്നത്. അത്തരത്തില് വളരെ മോശം സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി ആവും. ഇത് മൊത്തമുണ്ട്, രാജ്യത്ത് ആകെ ഉണ്ട് 19% സർവീസേ ഇന്നുള്ളൂ മൊത്തം. അല്ല സാർ, ഇത് വ്യക്തമായിട്ട് ഇവർ പറഞ്ഞാൽ മതി. ഇവരെ കൊണ്ട് പറ്റില്ല എന്ന് ഇൻഡിഗോയുടെ ക്രൂ മെമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു അഖിൽ. ഇൻഡിഗോയുടെ ക്രൂ മെമ്പേഴ്സ് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഈ യാത്രക്കാരെ നിങ്ങൾ വലയ്ക്കരുത്. ആ സർവീസ് ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ. പൈലറ്റും ബാക്കി ക്രൂ മെമ്പേഴ്സിന് ഡ്യൂട്ടി ടൈം ഇടുന്ന സമയത്ത് ആ വിമാനം എടുക്കുന്നില്ലെങ്കിൽ യാത്രക്കാരോട് പറഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. പല ആവശ്യമുള്ള മനുഷ്യരില്ലേ.